മലയാളികൾക്ക് മാത്രമാണ് ഇത്രയേറെ മനോഹരമായിട്ട് വളരെ ലളിതമായിട്ട്, എന്നാൽ അതിൻ്റെ ശക്തി ഒട്ടും ചോർന്നു പോവാണ്ട് നാമജപത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ആചാര്യം കിട്ടിയിട്ടുള്ളത്. രാമായണത്തിൻ്റെ തുടക്കം തന്നെ പറഞ്ഞു വെക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് അവസാനം എന്താ കിട്ടാൻ പോകുന്നതെന്നാണ്. 2 അക്ഷരമേ കിട്ടും. അത് പറഞ്ഞു വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓരോ കാണ്ഡത്തിൻ്റെയും തുടക്കത്തിൽ കാണാം, ഓരോ സ്തുതിയിലും നമുക്ക് കാണാം. രാമായണം തുടക്കം തൊട്ട് ഒടുക്കം വരെ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം നമ്മളോട് പറയുന്നുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വനവാസത്തിന് പോകാൻ പറയുന്നില്ല, യാഗം ചെയ്യാൻ പറയുന്നില്ല, ഹോമം ചെയ്യാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ: ജപിക്കൂ. എന്താ പറയുന്നത്? ജപിക്കൂ, ജപിക്കൂ, ജപിക്കൂ. രാമനാമം ജപിക്കൂ എന്ന് മാത്രമാണ് പറയുന്നത്. അത് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിക്കോട്ടെ, അഹല്യയുടെ സ്തുതിയിലായിക്കോട്ടെ, പരശുരാമൻ പറയുമ്പോഴായിക്കോട്ടെ, ഓരോ കാണ്ഡവും തുടങ്ങുമ്പോഴായിക്കോട്ടെ, സദാ നമ്മളോട് പറയുന്നത് ജപിക്കുക. വേറൊന്നും ചെയ്യാണ്ടിരിക്കുക, ജപിക്കുക, ജപിക്കുക. വാൽമീകി രാമായണത്തിൽ ഇത് നമ്മൾ കാണില്ല. കാരണം വാൽമീകി രാമായണത്തിൽ കുറച്ചുകൂടി മനുഷ്യഭാവമാണ് കാണുന്നത്. നമ്മളെ മാതിരി ദുഃഖങ്ങളുള്ള, വേദനകളുള്ള, പ്രയാസങ്ങളുള്ള ഭഗവാനെ നമുക്ക് കാണാം. നമ്മുടെ ഒരു കണ്ണാടി എടുത്തിട്ട് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവാനെ അങ്ങനെ കാണാം, നമ്മളായിട്ട് കാണാൻ പറ്റും. ഭഗവാൻ ഒരുപാട് വേദനിക്കുന്ന ഭാഗങ്ങൾ കാണാം വാൽമീകി രാമായണത്തിൽ, ദുഃഖിച്ചിരിക്കുന്ന ഭാവങ്ങൾ കാണാം, സന്തോഷിക്കുന്ന ഭാഗം കാണാം. യുദ്ധത്തിൽ ദേഹം മുഴുവൻ മുറിഞ്ഞ് ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഭഗവാനെ നമുക്ക് കാണാം. പത്നീ വിരഹം കൊണ്ട് അതീവ ദുഃഖിതനായിട്ട് തളർന്നു പോയിട്ടുള്ള ഭഗവാനെ കാണാം. പ്രാകൃതനമായി കരയുണ്ട് ഭഗവാൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേക്ക് വരുമ്പോഴേ ഭഗവാന്റെ ആ ഭാവം, മനുഷ്യഭാവം എടുത്തിട്ട് നമ്മളെ പറ്റിക്കുകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ കാണില്ല. ഭഗവാൻ കരയുകയാണ്, നമ്മളെ മാതിരി ദുഃഖിതനായിട്ട് കരയുകയാണ്.